Alhamdulillah. Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. Wa ashhadu anna Muhammadan abduhu wa rasuluhu. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل أمور محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണോ, ഉപദേശിക്കുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും അള്ളാഹു നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം സാധാരണഗതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ പലതും നമ്മൾ പല ക്ലാസ്സുകളിലൂടെയും ഖുത്ബകളിലൂടെയും ഒക്കെ കേൾക്കാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്. അവയിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ മനസ്സ് ശരിയാക്കുക എന്നുള്ളതാണ്. പല സലഫുകളും രണ്ട് കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ അമല്, അത് നോമ്പാകട്ടെ മറ്റേത് സൽക്കർമ്മങ്ങളാകട്ടെ, ഇത് സ്വീകാര്യമാകണമെങ്കിൽ, അള്ളാഹു അത് സ്വീകരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നിബന്ധനയായി പറഞ്ഞത് കാണാൻ സാധിക്കും. അതിലൊന്ന് നമ്മളുടെ മനസ്സ് ശുദ്ധമാവുക എന്നുള്ളതാണ്. ആ കർമ്മത്തെ പറ്റിയുള്ള ബോധമാകാം, പൊതുവെ നമ്മളുടെ മനസ്സിൻ്റെ നല്ല രീതിയിലുള്ള ചിന്തകളാകാം, എന്തു തന്നെ ആയാലും മനസ്സ് അത് ഖാലിസായിരിക്കണം. എന്തും സ്വീകരിക്കണമെങ്കിൽ റമളാൻ മുഴുവൻ നമ്മൾ നോമ്പ് നോറ്റു, വളരെ പെർഫെക്റ്റായി ഒരു വീഴ്ചയും വരാതെ നമ്മൾ നോമ്പ് നോറ്റു. പക്ഷെ അല്ലാഹ് അത് സ്വീകരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് നമ്മളുടെ മനസ്സ് ഇഖ്ലാസ് ഉള്ളതായിരിക്കണം, നമ്മളുടെ മനസ്സ് തഖ്വയുള്ളതായിരിക്കണം, നമ്മളുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. മലിനമായ മനസ്സോടുകൂടി നമ്മൾ എത്ര നോമ്പ് നോറ്റാലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത് സ്വീകാര്യമില്ല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ആദം നബിയുടെ രണ്ട് മക്കൾ തമ്മിലുള്ള പ്രശ്നം അതായിരുന്നു. രണ്ടുപേരും സൽക്കർമ്മം ചെയ്തു, രണ്ടുപേരും അള്ളാഹ്ക്ക് വേണ്ടി സൽക്കർമ്മം ചെയ്തവരാണ്. പക്ഷെ ഒരാളിൽ നിന്ന് അള്ളാഹ് സ്വീകരിച്ചു. അപ്പോൾ പണ്ട് കാലത്ത് ചെയ്ത പ്രവർത്തനത്തിൻ്റെ സ്വീകാര്യത അപ്പം തന്നെ അറിയാമായിരുന്നു എന്നൊക്കെ മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ പ്രവർത്തനം അള്ളാഹ് സ്വീകരിച്ചു, മറ്റാളുടെ പ്രവർത്തനം സ്വീകരിച്ചില്ല എന്ന് അവർക്ക് അപ്പം തന്നെ മനസ്സിലായി. അപ്പം എന്തേ കാരണം? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മനസ്സ് മോശമായൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കില്ല. അപ്പോൾ ആദ്യം വേണ്ടത് ഖാലിസായിരിക്കണം നമ്മളുടെ മനസ്സ്. രണ്ടാമത്തെ നിബന്ധന എന്ന് പറഞ്ഞാൽ അത് സ്വവാബായിരിക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോരാ. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് റമളാൻ മാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് 10,000 തവണ ചൊല്ലിയാൽ അതിനെനിക്ക് ഇന്ന പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞ് ദിക്റുണ്ടാക്കി പഠിപ്പിച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല. നേരെ മറിച്ച് റസൂലുള്ള പറഞ്ഞ പഠിപ്പിച്ച ഖുർആൻ പഠിപ്പിച്ച ആ രൂപത്തിൽ തന്നെ ആയിരിക്കണം. ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായിക്കൊണ്ട് അള്ളാഹുവിനെ ഇറക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല.
ഒരു കിതാബ് മുശ്രിക്കുകൾ ചോദിച്ച പോലെ തന്നെ എന്തുകൊണ്ട് കിതാബ് ഇങ്ങനെ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നില്ല എന്നാണ് മുശ്രിക്കുകൾ ചോദിച്ചത്. അതുപോലെ ഇങ്ങനെ ആകാശത്ത് നിന്ന് ഖുർആൻ ഇറക്കിയാൽ മതിയായിരുന്നു, അവരുടെ ചോദ്യത്തിന് ശമനവും കിട്ടുമായിരുന്നു. പക്ഷേ അത് മുഹമ്മദ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യന്റെ മുകളിൽ തന്നെ ഇറക്കി, അയാൾക്ക് തന്നെ കൊടുത്തു. എന്തുകൊണ്ട്? അത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ആ മനുഷ്യനാണ് ഈ ലോകത്ത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത്. നിസ്കാരം എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരണം. നോമ്പ് എന്താണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ തന്നെ ചെയ്യണം. അതിനുവേണ്ടി അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ സഹോദരന്മാരെ റമളാൻ മാസത്തിൽ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ആദ്യത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് നമ്മളുടെ മനസ്സ് ശരിയാവുക എന്നുള്ളതാണ്. സലഫുകളൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പല പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചത് കാണാൻ സാധിക്കും. മാക്കാന അഹദുന യജ്റഉ യസ്തഖ്ബിൽ ഹിലാൽ വഫീ ഖൽബിഹി മിസ്കാല ദർറത്തിൻ മിനൽ ഹിഖദ് അല അഖീഹിൽ മുസ്ലിം. ഞങ്ങളിൽ ആരും തന്നെ ഹിലാല് കണ്ടു കഴിഞ്ഞാൽ റമളാനിലേക്ക് ഞങ്ങളുടെ കാലെടുത്ത് വെക്കാൻ ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ മനസ്സിൽ മുസ്ലിമായ വിശ്വാസിയായ ഒരു സഹോദരനോട് വെറുപ്പും വിദ്വേഷം വെച്ച് പുലർത്തിക്കൊണ്ട് റമളാനിലേക്ക് കാലെടുത്ത് വെക്കാൻ ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളുടെ നോമ്പും നമ്മളുടെ തറാവീഹും നമ്മളുടെ എല്ലാ കർമ്മങ്ങളും നമ്മളുടെ മനസ്സിൻ്റെ ശുദ്ധിക്കനുസരിച്ചാണ് അള്ളാഹ് സ്വീകരിക്കുക. നമ്മളുടെ മനസ്സിൽ മറ്റുള്ളവരോട് ദേഷ്യവും വെറുപ്പും അസൂയയും അഹങ്കാരവുമായിട്ടാണ് നമ്മൾ റമളാനിൽ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യവും നമ്മളുടെ അമലുകൾ കൊണ്ട് നമുക്ക് കിട്ടാനില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നല്ല മനസ്സുണ്ടാകണം. നമ്മൾ മനസ്സിനെ റമളാൻ മാസത്തിൽ നമ്മൾ പണിയെടുത്ത് മാറ്റിക്കൊണ്ടുവരണം. പണിയെടുത്ത് നമ്മളുടെ മനസ്സിനെ മാറ്റണം. അതിന് കുറേ പണിയുണ്ട്. അതുകൊണ്ടാണ് സുഫിയാൻ ഇബ്നു ഉയൈന എന്ന് പറയുന്ന താബഈ അദ്ദേഹം പറയാണ്, മാ അലസ്തു ശൈഅൻ അശദ്ദു അലയ്യ മിൻ നിയ്യത്തി. നിയ്യത്ത് ശരിയാക്കുക, എൻ്റെ മനസ്സിൻ്റെ ഉദ്ദേശശുദ്ധി, മനസ്സിൻ്റെ സ്വച്ഛത, അത് ശരിയാക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയ പ്രയാസമുള്ള കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഫഇന്നഹാ തതകല്ലബു അലൈഹ. കാരണം മനസ്സ് എന്ന് പറഞ്ഞാൽ കർമ്മം പോലെ നമുക്ക് ശരീരത്തെ പിടിച്ചു വെക്കാൻ പറ്റുന്നത് പോലെ, തറാവീഹിന് മടിയുണ്ടെങ്കിലും കാലങ്ങനെ ഉറപ്പിച്ച് വെച്ച് അവിടെ തുടരാൻ നമ്മളുടെ ശരീരത്തോട് പറയുന്നത് പോലെ മനസ്സിനെ അങ്ങനെ പിടിച്ചാൽ കിട്ടൂല. അതുകൊണ്ട് ഹസൻ ബസരിയെ പോലെയുള്ള പണ്ഡിതന്മാർ, സുഫിയാൻ സൗരിയെ പോലെയുള്ള പണ്ഡിതന്മാർ, അവരൊക്കെ പറയുന്നത് 20 വർഷം ഞാൻ എൻ്റെ മനസ്സിനെ നന്നാക്കാൻ പണിയെടുത്തു, 40 വർഷം ഞാൻ പണിയെടുത്തു എൻ്റെ മനസ്സ് വെറുപ്പില്ലാത്തതാക്കാൻ, അസൂയയില്ലാത്തതാക്കാൻ, ഒരാളെപ്പറ്റി പോലും ഗീബത്ത് പറയുന്ന പരദൂഷണവും ഏഷണിയും പറയുന്നത് ആക്കിക്കൊണ്ട് മാറ്റാതിരിക്കാൻ. ഇതിനൊക്കെ ഞാൻ 20, 30, 40 വർഷമൊക്കെ പണിയെടുത്തു എന്ന് അവർ പറയുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ മനസ്സിനെ മാറ്റേണ്ട ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറഞ്ഞു, അയ്യുന്നാസി അഫ്ളൽ. പ്രവാചകനോട് ചോദിക്കുകയാണ്, ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ നോമ്പെടുക്കുന്ന, ഏറ്റവും കൂടുതൽ സുന്നത്ത് നമസ്കരിക്കുന്ന, ഏറ്റവും കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളാണ് എന്നല്ല നബി പറഞ്ഞത്. നേരെക്കുറിച്ച് നബി പറഞ്ഞത് കുല്ലു മഹ്മൂമിൽ ഖൽബ് വസുദൂഖുൽ ലിസാൻ. കുല്ലു മഹ്മൂമിൽ ഖൽബ്, ശുദ്ധമായ മനസ്സുള്ളവൻ, സത്യസന്ധമായ നാവുള്ളവൻ. സത്യസന്ധമായ നാവുള്ളവൻ എന്ന് പറഞ്ഞാൽ മനസ്സിൽ എന്താണോ അത് മാത്രമേ നാവിലൂടെ വരുള്ളൂ. അങ്ങനെയുള്ള മനുഷ്യൻ, അവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ. അപ്പോൾ പ്രവാചകനോട് സ്വഹാബികളൊക്കെ ചോദിച്ചു, പ്രവാചകരെ, സത്യസന്ധമായി സംസാരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷേ ശുദ്ധമനസ്കൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് പ്രവാചകൻ ഉദ്ദേശിച്ചത്? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, അത്തഖി, അള്ളാഹിനെ പറ്റിയുള്ള പേടി ഉണ്ടാകണം. അള്ളാഹിനെ പറ്റിയുള്ള പേടി ഉണ്ടാകണം. അത് അവിടെ നിന്നില്ല. അന്നഖി, ശുദ്ധമായിരിക്കണം മനസ്സ്. മനസ്സിന് ശുദ്ധി ഉണ്ടായിരിക്കണം. മനസ്സിൽ കർമ്മങ്ങൾ, പാപങ്ങളുടെ, ദുശ്ചിന്തകളുടെ കറ പുരളാൻ പാടില്ല. ലാ ഇസ്മ ഫീഹി, പാപപങ്കിലമായ ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുക. വല ബഗി, മറ്റുള്ളവനെ ദ്രോഹിക്കണം, മറ്റുള്ളവർക്ക് അക്രമം ചെയ്യണം, അനീതി ചെയ്യണം എന്ന ചിന്ത മനസ്സിലില്ല. വല ഗില്ല, ആരെങ്കിലും ചതിക്കണമെന്ന് മനസ്സിൽ ചിന്തയില്ല. വല ഹസദ, ആരോടും അസൂയല്ല. ഇങ്ങനെയുള്ളവനാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യൻ. അങ്ങനെ നമ്മളുടെ മനസ്സിലെ മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം ഇരുന്നിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇന്ന ആളോട് എനിക്ക് അസൂയ തോന്നുന്നു, ആ അസൂയ ഇല്ലാതാക്കാൻ ഞാൻ എന്താ ചെയ്യുക? ചില പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആരോടെങ്കിലും അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അയാളെപ്പറ്റി നിങ്ങൾ പുകഴ്ത്തി സംസാരിക്കുക. അവർ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ്. അവരുടെ അസൂയ അവരില്ലാതാക്കാൻ ചിന്തിച്ച് അവർ കണ്ടെത്തിയ ഒരു കാര്യമാണ്, എവിടെയെങ്കിലും അവസരം കിട്ടിയാൽ അസൂയുള്ള ആളെ പറ്റി നല്ലത് പറയുക, നല്ലത് സംസാരിക്കുക, അയാളെ പുകഴ്ത്തുക.
അങ്ങനെ അങ്ങനെ പുകഴ്ത്തി നല്ലത് സംസാരിച്ച് അവസാനം നമുക്ക് അയാളോട് അസൂയ ഇല്ലാതെയാകും എന്ന് ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത് കാണാം. അങ്ങനെ ആലോചിച്ച് നമ്മളുടെ മനസ്സിനെ നന്നാക്കേണ്ട ആളുകളാണ് നമ്മൾ. പ്രത്യേകിച്ചും ഈ റമദാൻ മാസം അതിനുവേണ്ടി നമ്മൾ മാറ്റിവെക്കേണ്ടത്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ദീർഘമായ ഹദീസ് കാണാൻ സാധിക്കും. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന് പ്രവാചകനോട് കൂടി ജീവിച്ച് അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സമയമാണ്. ആ സമയത്തൊരു സംഭവം ഉണ്ടായി. അദ്ദേഹം പറയാണ്, അഖ്ബൽതു അന വസാഹിബാൻ, ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും, രണ്ട് കൂട്ടുകാരും കൂടിയിട്ട് മദീനയിലേക്ക് കടന്നു വന്നു. വഖദ് ദഹബത്ത് അസ്മാഉന വ അബ്സാറുന മിനൽ ജുഹദ്, ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്, ഭക്ഷണമൊന്നും മര്യാദക്ക് കഴിച്ചിട്ടില്ല, ഞങ്ങളുടെ കണ്ണും ചെവിയൊന്നും കേൾക്കാതെയും കാണാതെയായി, വിശപ്പുണ്ട്. അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് ഞങ്ങൾ മദീനയിലേക്ക് വരുന്നത്. അംഫുസന അല അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ സ്വഹാബികളോട് പലരോടും പറഞ്ഞു, അവരൊന്നും 3 ആളെ 4 ആളെ തീറ്റിക്കാനുള്ള സമ്പാദ്യം അവരുടെ അടുക്കലില്ല. അപ്പോൾ പ്രവാചകൻ വന്നപ്പോൾ പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ വേണം, ഞങ്ങൾക്ക് കിടക്കാനൊരു സ്ഥലം വേണം, ഞങ്ങളാകെ ക്ഷീണിതരാണ്, ഞങ്ങൾ വിശക്കുന്നവരാണ്, ദാഹിക്കുന്നവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വീട്ടിലേക്ക് അവരെ വിളിച്ചു കൊണ്ടുപോയി. എന്നിട്ട് പ്രവാചകന്റെ അടുക്കൽ ആ സമയത്തുണ്ടായിരുന്ന 3 ആടുകൾ, ഈ 3 ആടുകളെ കറന്നിട്ട് അതിൽ നിന്ന് പാലെടുത്ത് അത് അവരെ കുടിപ്പിക്കും. അവർ ചെന്ന് പാല് കുടിച്ച്, രാത്രി പാല് കുടിച്ച് അവർ പള്ളിയിൽ പോയി കിടക്കും. ഇങ്ങനെ അവർ കുറച്ചു കാലം, ഒരു ഏതാനും ദിവസം പ്രവാചകന്റെ ഒപ്പം കൂടാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം തസ്ലീമൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ ഉറങ്ങിയതിന് ശേഷമാണ് പിന്നീട് തിരിച്ചു വരിക. പള്ളിയിലേക്ക് വന്ന് അവിടെ നിസ്കരിച്ചിട്ടാണ് പ്രവാചകൻ സ്വന്തം വീട്ടിലേക്ക് പോകുക. അപ്പോൾ പ്രവാചകൻ പള്ളിയിലേക്ക് വരുമ്പോൾ കുറേ ആളുകൾ ഉണ്ടാവും. ചില ആളുകൾ ഉറങ്ങിയിട്ടുണ്ടാവും, ചില ആളുകൾ ഉണർന്ന് നിൽക്കുന്നുണ്ടാവും. പ്രവാചകൻ സലാം പറയും. ഈ സലാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എഴുന്നേൽറ്റ് ഉണർച്ചയുള്ള മനുഷ്യന് മാത്രം കേൾക്കാവുന്ന സലാം, ഉറങ്ങുന്നവന് കേൾക്കാൻ പറ്റാത്ത അത്ര ചെറിയ സ്വരത്തിൽ പ്രവാചകൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് വരും. എല്ലാവരെയും ഉണർത്തൂല, എല്ലാവരെയും ശല്യപ്പെടുത്തൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിട്ട് നിസ്കരിക്കും. നിസ്കരിച്ചു കഴിഞ്ഞാൽ ഈ പാലാണ് പ്രവാചകന്റെ അത്താഴം. പ്രവാചകൻ രാത്രി ഭക്ഷണം കഴിക്കുന്നത് ഈ പാലാണ്. ഒരു കപ്പിൽ പാലുണ്ടാകും. ഈ പാല് കുടിക്കും, കിടന്നുറങ്ങും. ഇതാണ് പ്രവാചകന്റെ ശൈലി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം വന്നു. അങ്ങനെ വന്ന സമയത്ത് ഈ പ്രവാചകൻ വരുന്നതിന് തൊട്ട് മുമ്പ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വേണ്ടി വെച്ച പാലിൻ്റെ പാത്രത്തിൽ നിന്ന് പാല് കുടിച്ചു. കുടിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 2 സഹോദരങ്ങൾ, കൂട്ടുകാർ, അവരും കുടിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പാത്രം അവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിനൊരു കപ്പ് പാൽ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വയറ് നിറഞ്ഞിട്ടില്ല. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു വിശപ്പടങ്ങിയിട്ടില്ല. ഫഅതൈതുഹ ഫശരിബ്തുഹ, എനിക്ക് മനസ്സിലിങ്ങനെ പിശാച് വന്ന് ഓരോ വസ്വാസും നടത്തി. പിശാച് പറഞ്ഞു, മുഹമ്മദ് നബി ഒരുപാട് അൻസാരികളൊക്കെ കണ്ട് പല കുടുംബങ്ങളെയും സന്ദർശിച്ചിട്ടൊക്കെയാണ് പള്ളിയിലേക്ക് വരുന്നത്. എവിടെയെങ്കിലും കയറുമ്പോൾ ആരെങ്കിലും അൻസാരികളിൽപ്പെട്ട ആരെങ്കിലും അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാകും, വെള്ളം കൊടുത്തിട്ടുണ്ടാകും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൻ്റെ ആവശ്യമില്ല. കുറച്ച് അത് കുടിച്ചു എന്ന് വിചാരിച്ച്, ഒരു ദിവസം ആ പാല് കുടിച്ചു എന്ന് വിചാരിച്ച് കുഴപ്പമില്ല എന്നൊക്കെ പിശാച് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഫഅതൈതുഹ ഫശരിബ്തുഹ, അങ്ങനെ ഞാൻ ചെന്ന് പ്രവാചകന് വേണ്ടി വെച്ചിരുന്ന ആ കപ്പ് പാല് ഞാൻ കുടിച്ചു. ഫലമ്മ അൻ വലഗത് ഫീ ബത്നി വഅലിംതു അന്നഹു ലൈസ ഇലൈഹി സബീൽ, ഞാനത് കുടിച്ച് ആ പാലെൻ്റെ വയറ്റിലേക്ക് എത്തിയില്ല. അപ്പം തന്നെ എനിക്ക് ഖേദം വന്നു, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. പ്രവാചകന് വേണ്ടി വെച്ച ആ പാല് ഞാൻ കുടിച്ചത് ഒരു ആവശ്യവുമില്ലാത്ത പിശാചിൻ്റെ ദുർമന്ത്രം കൊണ്ടാണ് ഞാനത് ചെയ്തത്. അപ്പം അദ്ദേഹം മനസ്സിലിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ബേജാറ് വരാൻ തുടങ്ങി. വൈഹക് മാ സുനാച്ച്, എന്താണ് നീ ചെയ്തത്, നിനക്ക് നാശം. അശരിബ്ത ശറാബ മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാലാണോ നീ കുടിച്ചത്. ഫയജിഉ ഫലാ യജിദുഹു ഫയദഉ അലൈക്, പ്രവാചകൻ പള്ളിയിലേക്ക് വരും. പള്ളിയിൽ വന്നിട്ട് അദ്ദേഹം പാല് നോക്കും. അദ്ദേഹത്തിൻ്റെ രാത്രിയുടെ ഭക്ഷണമാണിത്. അദ്ദേഹം നോക്കുമ്പോൾ ആ പാല് നീ കുടിച്ചെന്ന് കണ്ടാൽ ഫയദഉ അലൈക്, നിനക്കെതിരായി പ്രവാചകൻ പ്രാർത്ഥിക്കും. ഫതഹ്ലിക്, പ്രവാചകൻ പ്രാർത്ഥിച്ചാൽ നീ മരിക്കും, നീ നശിക്കും. ഫതദ്ഹബു ദുനിയാക വ ആഖിറതക, നിന്റെ ദുനിയാവും ആഖിറത്തൊക്കെ നശിക്കും. അതുകൊണ്ട് എന്ത് പണിയാണ് നീ ചെയ്തത് എന്ന് സ്വയം ഇങ്ങനെ ബേജാറായി മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഇരിക്കുകയാണ്. വഅലയ്യ ശംലത്തുൻ ഇദാ വളഅതുഹാ അലാ ഖദമിയ ഖറജ റഅസി, എനിക്കൊരു പുതപ്പുണ്ട്, ആ പുതപ്പ് മര്യാദക്ക് പുതക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ കിടക്കുകയാണ്, എനിക്ക് ഉറക്കമേ വരുന്നില്ല. എൻ്റെ കൂട്ടുകാരാണെങ്കിൽ അവർ ഉണരുന്നുമില്ല, അവരിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫജാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പേടിച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അദ്ദേഹം ഉറക്കം നടിച്ച് കിടക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നു. ഫസല്ലമ
അദ്ദേഹം സലാം പറഞ്ഞു. കമാ യുസല്ലിം, അദ്ദേഹം സലാം പറയുന്ന പോലെ പതിയെ ആരെയും ഉണർത്താതെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ആരെങ്കിലും ഉണർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ സലാം വീട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച്. സുമ്മ അത്താബിൽ മസ്ജിദി ഫസല്ല, പ്രവാചകൻ വുളു എടുത്തു, വന്ന് നമസ്കരിച്ചു. സുമ്മ അത്ത ഷറാബഹു, നമസ്കാരം കഴിഞ്ഞ പ്രവാചകൻ അദ്ദേഹത്തിന് വേണ്ടി വെച്ച ആ പാലിലേക്ക് അദ്ദേഹം വരാണ്. ഫക്കശഫ അൻഹു, ആ പാത്രം ഒന്ന് തുറന്നു നോക്കി. ഫലം യജിദു ഫീഹി ശൈഅ, അതിലൊന്നും കാണുന്നില്ല. പാൽ ആരോ കുടിച്ചിരിക്കുന്നു, അവിടെ കിടക്കുന്ന ആരോ കുടിച്ചതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. മിഖ്ദാദ് റളിയല്ലാഹുവിന്റെ ഹൃദയം ഇടിക്കുകയാണ്. പ്രവാചകൻ ഇപ്പോൾ പ്രാർത്ഥിക്കും, എനിക്കെതിരെ പ്രാർത്ഥിക്കും. ഒരു കുപ്പി പാല്, ഒരു പാത്രം പാല് മാത്രമേ പ്രവാചകന് കുടിക്കാനുള്ളൂ. അതും പോലും കുടിച്ച, സ്വന്തം ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പാല്, സ്വന്തം കുടുംബത്തിലെ പാല് കറന്നിട്ട് കുടിപ്പിക്കാൻ വേണ്ടി, പാവപ്പെട്ടവന് കുടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് 3 പേരെ താമസിപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ആ ആളുകൾ സ്വന്തം ഭക്ഷണം കഴിച്ചിട്ട് സ്വന്തം പാല് കുടിച്ചിട്ട് പ്രവാചകന്റെ പാലും കൂടി കുടിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് എന്തൊരു മോശം പ്രവർത്തനമാണെന്ന് വിചാരിച്ചുകൊണ്ട് പ്രവാചകൻ എനിക്കെതിരെ പ്രാർത്ഥിക്കും. ഇതാണ് മിഖ്ദാദ് റളിയല്ലാഹുവിന്റെ മനസ്സിലുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖുൽതു അൽആൻ യദ്ഉ അലയ്യ ഫഅഹ്ലക്, ഇപ്പൊ പ്രവാചകൻ എനിക്കെതിരെ പ്രാർത്ഥിക്കും, ഞാൻ നശിക്കും എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഫറഫഅ റഅസഹു ഇല സമാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് തലയുയർത്തി, കൈകൾ ഉയർത്തി പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചത് മിഖ്ദാദ് റളിയല്ലാഹുവിനെ പ്രതീക്ഷിച്ച പോലെയല്ല. അദ്ദേഹം പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ അത്ഇം മൻ അത്അംനി വഅസ്ഖി മൻ സഖാനി, അല്ലാഹുവേ എന്നെ തീറ്റിച്ചവന് നീയും ഭക്ഷണം കൊടുക്കണേ റബ്ബേ, എനിക്ക് വെള്ളം നൽകിയവന് നീയും വെള്ളം കൊടുക്കണേ റബ്ബേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. എന്താണ് അതിനർത്ഥം? എനിക്ക് ഈ വെള്ളം കിട്ടിയില്ല, എനിക്ക് ഭക്ഷണം ഇന്ന് രാത്രി കിട്ടിയില്ല, പക്ഷേ ഇത് തന്ന ഒരാളുണ്ട്, ഇത് കൊണ്ടുവച്ച് തന്ന ആളുണ്ട്, വിളമ്പി തന്ന വ്യക്തിയുണ്ട്, അയാൾക്ക് എൻ്റെ പ്രാർത്ഥന കിട്ടാതെ പോകരുത്. അയാൾക്ക് ഞാൻ കുടിച്ചില്ലെങ്കിലും നീ റബ്ബേ ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണം എന്ന് ആ കൊണ്ടുവന്ന് തന്ന മനുഷ്യന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആരും കേൾക്കാനില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എന്ത് പ്രാർത്ഥിച്ചാലും, ആർക്കെതിരെ പ്രാർത്ഥിച്ചാലും, എന്ത് ചിന്തിച്ചാലും അത് കേൾക്കാൻ ആരുമില്ല, എല്ലാവരും ഉറങ്ങി. ആ സമയത്ത് പ്രവാചകന്റെ പാല് കുടിച്ച, പ്രവാചകൻ ആരെയാണോ അവിടേക്ക് കൊണ്ടുവന്ന് സ്വന്തം വീട്ടിലെ പാല് കുടിപ്പിച്ചത്, അവര് പ്രവാചകന്റെ പാല് കുടിച്ച് കിടക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ പ്രാർത്ഥിച്ചത് സ്വന്തം കുടുംബത്തിന് വേണ്ടിയാണ്. എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം, അവരിങ്ങനെ എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. അത് വേറെ ആരോ കുടിച്ചു, ആരും കുടിച്ചോട്ടെ, പക്ഷെ അത് ഉണ്ടാക്കി തന്ന വ്യക്തികൾക്ക് റബ്ബേ നീ പ്രതിഫലം നൽകണേ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മൾ കാണുന്നത്. ആർക്കും എതിരെ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടില്ല. ദൗസിനെതിരെ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വഹാബി വന്നു. ദൗസ് ഞങ്ങൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല, ദഅവത്ത് സ്വീകരിക്കുന്നില്ല, ധിക്കാരം പറയാണ്, മുഹമ്മദ് നബിനെ കുറ്റം പറയാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറയാണ്, അവരെ നശിപ്പിക്കാൻ പ്രാർത്ഥിക്കണേ. അപ്പൊ പ്രവാചകൻ കൈയുയർത്തിയിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ദൗസിനെ നീ സന്മാർഗത്തിലാക്കണേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയാണ്, നബിയെ താങ്കളെ ചീത്ത വിളിച്ചു എൻ്റെ ഉമ്മ, പറയാൻ പറ്റാത്ത വാചകം തെറി താങ്കളെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞ് കരഞ്ഞ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ അബൂ ഹുറൈറയുടെ ഉമ്മയെ ഹിദായത്തിലാക്കണേ. സ്വന്തത്തിന് ഈഗോ ഇല്ലാത്ത ഒരു മനുഷ്യൻ, ഈ ലോകത്ത് സ്വാർത്ഥമായി ചിന്തിക്കാത്ത, സ്വന്തത്തിന് വേണ്ടി പ്രതികാരം ചെയ്യാത്ത ഒരു മനുഷ്യനുണ്ടെങ്കിൽ അതിൻ്റെ മാതൃക മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. പ്രവാചകൻ ഒരാൾ വെറുത്തിട്ടുണ്ടെങ്കിൽ, ഒരാളോട് ഇഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരാളോട് യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് സ്വന്തത്തിന് വേണ്ടിയായിരുന്നില്ല, ഈഗോക്ക് വേണ്ടിയായിരുന്നില്ല, സ്വന്തം വ്യക്തിത്വത്തിനോ സ്വാർത്ഥതക്കോ വേണ്ടി പ്രവാചകൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരു പ്രതികാരവും ജീവിതത്തിൽ ചെയ്യാത്തൊരു മനുഷ്യനുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ, ഒരാൾ വെറുക്കുകയാണെങ്കിൽ, ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ, ഒരാൾക്ക് തടയുകയാണെങ്കിൽ എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ കാണാണ്. ആയിഷ ബീബി പറയാണ്, ഒരിക്കൽ പോലും തൻ്റെ കൈ കൊണ്ട് ഒരു പെണ്ണിനെ പോലും പ്രവാചകൻ അടിച്ചിട്ടില്ല, ഒരു വേലക്കാരനെ പോലും അടിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, വലൻ തഖമലി നഫ്സിഹി മിൻ ഷൈ, ഒരാൾക്ക് പ്രതികാരം പ്രവാചകൻ ചെയ്തിട്ടില്ല, സ്വന്തത്തിന് വേണ്ടിയല്ലാതെ, സ്വന്തത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. ആർക്ക് വേണ്ടിയല്ലാതെ? ഹത്ത തുൻതഹിക ഹുറുമാത്തില്ല, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ സമൂഹത്തിൽ നടപ്പാക്കുകയും സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചിട്ടുള്ളൂ. പ്രവാചകന്റെ യുദ്ധങ്ങൾ പോലും അതായിരുന്നു. സ്വന്തത്തിന് വേണ്ടിയുള്ള പ്രതികാരം പ്രവാചകൻ ചെയ്തിട്ടേയില്ല. ഇത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിനേക്കാൾ പ്രധാനപ്പെട്ടത് ആ ചെയ്യാനുള്ള പ്രവർത്തനത്തിൻ്റെ പ്രേരകം എന്താണ്, നമ്മളെ ചിന്ത എന്താണ്. ഇതിനെ മെറ്റാകോഗ്നിഷൻ എന്നാണ് പറയുക.
നമ്മൾ ചിന്ത മാത്രമല്ല പ്രധാനപ്പെട്ടത്, നമ്മൾ പ്രവർത്തനം മാത്രമല്ല പ്രധാനപ്പെട്ടത്. നേരെ മറിച്ച് നമ്മളുടെ ചിന്തയുടെയും പ്രവർത്തനത്തിൻ്റെയും അപ്പുറം ഒരു ചിന്ത ഉണ്ടാകും. ആ ചിന്ത എന്താണ്? നമ്മൾ നന്മ കൽപ്പിക്കാൻ തിന്മ വിരോധിക്കുകയാണ് ചെയ്യുന്നത്. ഒരാൾ തിന്മയിൽ കണ്ടപ്പോൾ നമ്മൾ പള്ളിയിൽ അയാളെ വിരോധിച്ചു. അതുപോലെ തന്നെ ഒരാളോട് നന്മ കൽപ്പിച്ചു. പക്ഷെ അതിൻ്റെ പ്രേരണ എന്താണ്? നമ്മൾ എന്തിനാണത് ചെയ്തത്? ഒരാളെ അവമതിക്കാനാണോ? ഒരാളെ ആളുകൾക്കിടയിൽ ഒന്ന് കൊച്ചാക്കാനാണോ? അതോ എനിക്ക് ഈ അറിവുണ്ട്, നിനക്ക് ഈ അറിവില്ലാത്തതുകൊണ്ട് നീ ഈ നന്മ ചെയ്യുന്നില്ല, എനിക്ക് ഈ അറിവുണ്ട് എന്ന് കാണിക്കാനാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ നമ്മളുടെ കർമ്മങ്ങളെ വിലയിരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മളുടെ ചിന്ത എന്താണ്? നമ്മളുടെ വിശ്വാസവും മനസ്സിലെ ചേതോവികാരവും എന്താണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയാൽ അല്ലാഹ് ആദ്യം എടുക്കുക നമ്മളെ മനസ്സാണ്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, നമ്മുടെ മക്കളോ നമ്മളുടെ സമ്പത്തോ ഒന്നും ഉപകാരപ്പെടാത്തൊരു ദിവസം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഋജുവായ സുരക്ഷിതമായ മനസ്സും കൊണ്ട് വന്നവനെ അവിടെ രക്ഷയുള്ളൂ. ആ മനസ്സ് ശുദ്ധമാണോ എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. കൽബുൽ സലീം എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ മനസ്സെന്ന് പറഞ്ഞാൽ ഇബ്നുൽ ഖയ്യിം റഹിമുള്ള പറയുന്നുണ്ട്, ആദ്യം ആദർശപരമായ ശുദ്ധി വേണം. ഷിർക്ക് ഉണ്ടാവാൻ പാടില്ല, പിന്നെ ഖുറാഫാത്തുകൾ ഉണ്ടാവാൻ പാടില്ല, ബിദ്അത്തുകൾ മനസ്സിലുണ്ടാവാൻ പാടില്ല, ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുക. അത് ഇനി മലക്കാവട്ടെ, ജിന്നാവട്ടെ, മുഹമ്മദ് നബി ആവട്ടെ, ആരും ആവട്ടെ, ഒരാളും അള്ളാഹുവിന് കൊടുക്കുന്ന ഇബാദത്ത്, പ്രാർത്ഥന, സഹായത കേട്ടോ, ഇതൊന്നും ആർക്കും കൊടുക്കൂല. തൗഹീദ് ആദ്യം ഉണ്ടാവണം, ആദർശശുദ്ധി ഉണ്ടാവണം. അതൊക്കെ നമുക്കുണ്ട്. നമുക്കെല്ലാവർക്കും ആദർശശുദ്ധി ഉണ്ട്, നമുക്കെല്ലാവർക്കും തൗഹീദ് ഉണ്ട്, നമുക്കെല്ലാവർക്കും ഈമാൻ ഉണ്ട്. പക്ഷെ അത് പോരാ. പിന്നെ മറ്റൊന്ന് കൂടി നമ്മൾക്ക് ഉണ്ടാവണം. ഷിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രം പോരാ. നേരെ മറിച്ച് ഗില്ലിൽ നിന്ന് രക്ഷപ്പെടണം, എന്നാലേ കൽബുൽ സലീം ആവുള്ളൂ. ഗില്ല് എന്ന് പറഞ്ഞാൽ എന്താ? വഞ്ചനാപരമായ ചിന്ത, വഞ്ചിക്കാനുള്ള ചിന്ത. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില സ്വഹാബികൾ ചോദിച്ചു, പ്രവാചകരെ ഏതോ ഒരു കാര്യം വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾക്കത് ചെയ്യാമായിരുന്നില്ലേ? പ്രവാചകനോട് സ്വഹാബികൾ പറഞ്ഞു, പ്രവാചകൻ നിങ്ങളൊന്ന് കണ്ണ് കാണിച്ചാൽ മതിയായിരുന്നു, നിങ്ങളൊന്നിങ്ങനെ കണ്ണ് കാണിച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്യ് എന്ന് അയാൾ കാണാതെ നിങ്ങളൊന്നും ഇങ്ങനെ നോക്കിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നബിക്ക് കണ്ണുകൊണ്ട് പോലും വഞ്ചിക്കാൻ പാടില്ല. ഇങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ കാണാത്ത രൂപത്തിൽ അയാളോട് എന്തോ ചെയ്യാന്നാണ്. അത് എനിക്ക് കാണിക്കാൻ പാടില്ല. അങ്ങനെയുള്ള വഞ്ചന പോലും നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. കപടനാട്യം കാണിക്കുക, സേവന മനസ്കതം പുറത്ത് കാണിക്കുക, എന്നിട്ട് മനസ്സിലുള്ളതാകട്ടെ നേരെ ഓപ്പോസിറ്റായ ചിന്തയാണ്. ഉദാഹരണം പറയാം, ഒരു കല്യാണാലോചന വരികയാണ്. കല്യാണാലോചന വരുമ്പോൾ നമ്മളുടെ അടുത്തേക്ക് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഈ ചെക്കൻ, എങ്ങനെയുണ്ട് ഈ പെൺകുട്ടി? നമ്മൾ പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഗീബത്ത് അനുവദനീയമായ മേഖലയാണ് കല്യാണം. കല്യാണത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ചെക്കനോ പെണ്ണിനോ ഉണ്ടെങ്കിൽ അത് പറയണം. കാരണം കല്യാണം നശിപ്പിക്കാൻ പറ്റില്ല ഒരാളുടെ ജീവിതം. അപ്പോൾ ഒരാൾക്ക് മദ്യപാനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അധികരിച്ച കോപം ഉണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പറയണം. അത് അനുവദനീയമാണ്, അത് ഗീബത്തല്ല. ഇത് ശരിയാണ്, ഇതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഞാൻ ആ കല്യാണ ചെക്കനെ പറ്റി, ആ കല്യാണ പെണ്ണിനെ പറ്റി, ആ ആലോചനയെ പറ്റി പറയുന്നത് ഈ പ്രവാചകന്റെ പാഠമനുസരിച്ചാണോ? ഗീബത്ത് അനുവദനീയമാണ്, ഇവരുടെ കുടുംബം രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണോ ഞാൻ ആ കല്യാണം മുടക്കിയത്, ഞാൻ ആ പ്രശ്നം പറഞ്ഞത്? അല്ല, എനിക്ക് ഈ വ്യക്തിയോട്, ഈ കുടുംബത്തോട് എന്തോ ഒരു വെറുപ്പുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുക? കല്യാണമല്ലേ, അത് സത്യസന്ധമായി ഞാൻ അഭിപ്രായം പറയട്ടെ, അതുകൊണ്ട് പറയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മോശം കാര്യം അങ്ങോട്ട് പറയും. നമ്മളുടെ മനസ്സും അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത പ്രവർത്തനം ഒരു തെറ്റുമില്ല. നമ്മളുടെ ചെയ്ത പ്രവർത്തനം ഇസ്ലാമിക ശരീഅത്തിനനുസരിച്ചാണ്. അത് ഗീബത്തല്ല, പരദൂഷണമല്ല. പക്ഷെ നമ്മളുടെ പ്രേരണ എന്തായിരുന്നു? നമ്മളുടെ പ്രേരണ അവരോടുള്ള വെറുപ്പായിരുന്നു, അവരോടുള്ള വഞ്ചനയായിരുന്നു. ഇപ്പം ചില അധ്യാപകന്മാരുണ്ടാവും, വിദ്യാർത്ഥികളോട് എവിടെയെങ്കിലും ഏതോ ഒരു സ്റ്റേജിൽ ഒരു പക വരും. ആ പക വന്നു കഴിഞ്ഞാൽ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ, അത് പിന്നീട് ആ സെമസ്റ്റർ മുഴുവൻ, ആ കൊല്ലം മുഴുവൻ, ആ വിദ്യാർത്ഥി പഠനം കഴിഞ്ഞ് വിദ്യാലയത്തിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ആ കുട്ടിയെ വേട്ടയാടും. ആ കുട്ടിയുടെ മാർക്ക് കൃത്യമായി നോക്കും. അതിൽ അധ്യാപകൻ ഒരു മോശത്തരവും കാണിച്ചിട്ടുണ്ടാവില്ല, കറക്റ്റ് മാർക്കായിരിക്കും. പക്ഷെ ആ കുട്ടി തോൽക്കുമെന്ന് അധ്യാപകൻ അറിയാം. എന്തിനാ തോൽപ്പിച്ചിട്ടത്? ഞാൻ കറക്റ്റ് മാർക്ക് നോക്കിയിട്ടപ്പോൾ ആ കുട്ടി തോറ്റു എന്നായിരിക്കും കണക്കിലുണ്ടാവുക, പറച്ചിലും ഉണ്ടാവുക. പക്ഷെ മനസ്സിൽ എന്തായിരിക്കും? ആ കുട്ടീനോടുള്ള ദേഷ്യമായിരിക്കും. കുറച്ചൊരു ഔദാര്യം കാണിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. കാരണം എന്താണ്? ഹിഖ്ദാണ്, മനസ്സിൽ വിദ്വേഷമാണ്. ഈ വിദ്വേഷം ഇല്ലാതാക്കാനാണ് റമളാൻ വന്നത്. നമ്മളുടെ മനസ്സിൽ ഈ വിദ്വേഷം ഇല്ലാതെയാക്കാനാണ് ഇസ്ലാം വന്നത്. ഹസദ് ഉണ്ടാവുക, അസൂയ ഉണ്ടാവുക. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ശരിയായിരിക്കും, പക്ഷേ ഉള്ളിൽ അതിൻ്റെ പ്രേരണ ഹസദായിരിക്കും.
ഇത് നമുക്ക് വരാൻ പാടില്ല. ഷൊഹ് പിശുക്കുണ്ടാവുക, എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിലൊക്കെ നമുക്ക് വിശാലത ഉണ്ട്. ഇപ്പം നമ്മൾ പള്ളി പരിപാലനത്തിൻ്റെ ഫണ്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ പാലിയേറ്റീവിലേക്ക് സംഭാവന ചെയ്യണം, റമദാൻ ഫണ്ട്, ഇതിലൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്, ഞാൻ ഈ കാശ് കൊടുത്താൽ എനിക്ക് മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുമോ, മോൻ്റെ ഫീസ് നടക്കുമോ, അല്ലെങ്കിൽ വീട്ടിലെ ചെലവ് നടക്കുമോ എന്നൊക്കെ നമ്മൾ കണക്കൂട്ടും. എന്നാൽ വീട്ടിലേക്കൊരു സോഫ വാങ്ങുകയാണെങ്കിൽ ഈ മെറ്റാകോഗ്നീഷൻ ഒന്നുമില്ല. ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിലുള്ള ചിന്തയും വരും വരായികയും ഒന്നും കണക്കൂട്ടുന്നില്ല. അത് നല്ല രൂപത്തിൽ ആളുകൾ വന്നാൽ അവിടെ ഇരിക്കാനും നോക്കാനും വില എത്രയാണെന്ന് ചോദിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സോഫ, അത്രേ ചിന്ത ഉള്ളൂ. അതേസമയം മതപരമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ ചിന്ത അധികരിക്കുകയാണ്. മതപരമായ കാര്യങ്ങളിലേക്ക്, ഇസ്ലാമിൻ്റെ മേഖലയിലേക്ക്, അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുമ്പോൾ നമ്മുടെ ചിന്ത അധികരിക്കുകയാണ്. കിബിർ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്താണ്? ഒരു അണുമണിയെങ്കിലും കിബിർ ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പോവില്ല. പേടിക്കേണ്ട ഒരു ഹദീസാണ്. പല സലഫുകളും ഈ ഹദീസ് വെച്ചുകൊണ്ട് കരഞ്ഞ് കൊണ്ട് ഈ ഹദീസുകളൊക്കെ ഉദ്ധരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. എന്താ ഇവർ കരയാൻ കാരണം? മനസ്സിലൊരു കിബിർ വരാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിൽ എത്ര കിബിർ വന്നിട്ടുണ്ടാകും. ആ കിബിർ നമ്മൾ അണുമണി ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ എല്ലാവരും ഇങ്ങനെ വരാൻ പറഞ്ഞു, പള്ളിയിലേക്ക് വരണം, എല്ലാവരും വരണം. ഒരു അനവസരത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം മിമ്പറിൽ കയറിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ ആടിനെ മേച്ചിട്ട് ഒരു തരി ശമ്പളം കിട്ടാതെ ആടിനെ മേച്ച് ജീവിച്ചിട്ടുണ്ട്. തീരെ ജീവിക്കാൻ പറ്റാത്ത ഗതിയില്ലാത്തൊരു മനുഷ്യനായിരുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോയി. ഹംദും സ്വലാത്തും ചൊല്ലി ഇത് പറഞ്ഞു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോയി. സ്വഹാബികളൊക്കെ ആകെ അത്ഭുതപ്പെട്ടു. എന്തിനാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞത്? എന്തോ ഒരു രാഷ്ട്രീയ സാമൂഹിക വിഷയം പറയാനാണ് വിളിച്ചു കൂട്ടിയത് എന്നെല്ലാവർക്കും തോന്നി. പക്ഷെ ഇത് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോയി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ചില ആളുകൾ ചോദിച്ചു, നിങ്ങളെന്തിനാ ഇത് ഇപ്പോൾ പറഞ്ഞത് എല്ലാവരും കൂട്ടിയിട്ട്? എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു. ഞാൻ എത്രയോ സ്വഹാബികൾ ഇവിടെ ഉണ്ട്, പ്രവാചകന് വേണ്ടി യുദ്ധം ചെയ്ത, പ്രവാചകന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്ത ഒരുപാട് സ്വഹാബികളുണ്ട്. പക്ഷേ അതിൽ ഞാനായി രണ്ടാം ഖലീഫയായി മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ വിശ്വാസികളുടെ നേതാവാക്കി. അപ്പം എനിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്നല്ലേ അതിനർത്ഥം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അത് അപ്പോൾ തന്നെ ഞാൻ ഉടച്ചു കളഞ്ഞു. നിങ്ങളൊക്കെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല എന്ന് ഞാൻ തുറന്നു കാണിച്ചു. അതിനാണ് വിളിച്ചത്. ഇന്നിപ്പോൾ നമ്മളെ ഭരണാധികാരികൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഭരണത്തിന് മുമ്പ് ചായ വിറ്റ് നടന്നിരുന്ന വ്യക്തികൾ, അവരൊക്കെ ഭരണത്തിലേക്ക് കയറുമ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ ആളാവുമ്പോൾ കള്ള സർട്ടിഫിക്കറ്റ് അടിച്ചിട്ട് പരസ്യം ചെയ്യാണ്. ഞാൻ ഇന്നത് പഠിച്ചിട്ടുണ്ട്, എനിക്ക് ഇന്ന ശ്രേഷ്ഠതകളുണ്ട്, ഇന്ന ബഹുമതികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കാണിക്കുകയാണ്. നേരെ തിരിച്ചായിരുന്നു നമ്മളെ സലഫുകൾ. എന്തൊക്കെ താഴ്മ അവർക്കുണ്ടായിരുന്നോ അതൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രകടിപ്പിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അമീറാക്കിയപ്പോൾ അദ്ദേഹം ഒരു ചകിരി എടുത്തെടുത്ത് തലയിൽ വെച്ചു. എന്നിട്ട് അദ്ദേഹം ചന്തയിലൂടെ നടന്നു. അമീർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തമാശയാക്കിയിട്ട് അദ്ദേഹം നടന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം വളരെ നിസ്സാരക്കാരനാണ് എന്ന് ജനങ്ങളെ കാണിക്കാൻ ഒരു അമീറായിട്ട്, ഒരു ഗവർണറായിട്ട് നിശ്ചയിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് അങ്ങനെയാണ്. സഹോദരന്മാരെ, നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു അണുമണി അഹങ്കാരം ഉണ്ടെങ്കിൽ, മറ്റവനേക്കാൾ, മറ്റേ വിശ്വാസിയേക്കാൾ ഞാൻ നല്ലവനാണ്, അവരിങ്ങനൊക്കെ ചെയ്തിട്ടുള്ളതാണ്, അവർക്കൊരു സംസ്കാരമില്ല, അവരൊക്കെ കച്ചറകളാണ് എന്നൊക്കെ ചിന്ത നമ്മൾ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ അഹങ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ ചിന്ത ഉടച്ചു കളയണം, അതില്ലാതെയാക്കണം നമ്മൾ. ഈ റമദാനിൽ അത്തരത്തിലുള്ള ചിന്തകൾ നമ്മൾക്ക് പിശുക്ക് മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ, വഞ്ചനാത്മകമായ ചിന്ത വരുന്നുണ്ടെങ്കിൽ, അഹങ്കാരം വരുന്നുണ്ടെങ്കിൽ, അസൂയ വരുന്നുണ്ടെങ്കിൽ, നമ്മളുടെ പ്രതലത്തിൽ നമുക്കിതൊന്നും ആളുകൾ കാണൂല. ഇത് അല്ലാഹ് മാത്രമേ കാണുള്ളൂ, അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ പറയാനുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് കറക്റ്റ് കാണും. നമ്മുടെ ഓരോ പ്രവർത്തനം, ഒരു മുസ്ഹഫ് മടക്കിയിട്ട് അവിടെ വെക്കണം എന്ന് പറയുന്ന പ്രവർത്തനമായിരിക്കും. നിസ്സാര പ്രവർത്തനം, നല്ലൊരു കാര്യം ആളുകൾക്കിടയിൽ വെച്ചിട്ട് മുസ്ഹഫ് ഇവിടെ വെക്കരുത്, അവിടെ ഒന്ന് വെക്കണം, നല്ല കാര്യമാണ്. പക്ഷെ അതിൻ്റെ പ്രേരണ എന്താണ്, നമ്മുടെ ചിന്ത എന്താണ്, നമ്മുടെ മനസ്സിന് ശുദ്ധി എന്താണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കും. അപ്പോൾ നമ്മളുടെ മനസ്സിനെ മഹ്മൂമാക്കി മാറ്റണം, നമ്മളെ മനസ്സിനെ ശുദ്ധമാക്കി മാറ്റണം, അൽ ഖൽബുൽ സലീമാക്കി മാറ്റണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന വിശ്വാസികളിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ തന്നെ വേദനിക്കുന്ന, പ്രയാസപ്പെടുന്ന മനുഷ്യന്മാർ, രോഗികൾ, കഷ്ടപ്പെടുന്ന പാവങ്ങൾ, ഇവരൊക്കെ സഹായിക്കാനുള്ള ഈ സംരംഭത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പങ്കാളിയാകേണ്ട ഒരു മാസമാണ്. അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദാഇമൂൻ.
അവരെപ്പോഴും നിസ്കാരം നിർവഹിക്കുന്നവരാണ്, നിസ്കാരത്തിൽ കണിശതുള്ളവരാണ് അവർ. എന്നിട്ട് അല്ലാഹ് പറയാണ് വല്ലദീനഹും ഫി അംവാലിഹി ഹഖ്ഖും മഅലൂം. നിസ്കാരം മാത്രമല്ല അവരുടെ പ്രത്യേകത, അവർ നിസ്കരിക്കുന്നവരാണെങ്കിൽ അവർക്കൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അവരുടെ ധനത്തിൽ മറ്റുള്ളവർക്ക് അവകാശമുണ്ട്. മറ്റുള്ളവർക്ക് അവർ ധനം ഔദാര്യമായി കൊടുക്കുമെന്നല്ല ഖുർആൻ പറഞ്ഞത്. അവരുടെ ധനത്തിൽ, അവർ നിസ്കരിക്കുന്നവരാണെങ്കിൽ അവരുടെ ധനത്തിൽ മറ്റുള്ളവന് അവകാശമുണ്ട്. ആരാണ് ഈ മറ്റുള്ളവൻ? ലിസ്സാഇലി വൽ മഹ്റൂം, അപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയുള്ള മനുഷ്യന്മാർ, ജീവിക്കാൻ എന്തെങ്കിലും അപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയുള്ള മനുഷ്യന്മാർ. മഹ്റൂം, നമുക്ക് കിട്ടിയത് കിട്ടാതിരിക്കുന്ന നിഷേധിക്കപ്പെട്ട മനുഷ്യന്മാർ. ഇവർക്ക് രണ്ടുപേർക്കും നമ്മളുടെ ധനത്തിൽ അവകാശമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരാണ്. അതുകൊണ്ട് നമ്മളുടെ ഈ ധനം, അത് പാലിയേറ്റീവ് കെയറിൻ്റെ ഇന്നത്തെ പിരിവിലും അതുപോലെ തന്നെ റമളാൻ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പലപ്പോഴും സൂചിപ്പിക്കപ്പെടാറുള്ള, റമളാൻ്റെ ഭാഗമല്ലെങ്കിൽ പോലും സക്കാത്ത്, നമ്മളുടെ ധനം, അത് ഏത് കർമ്മത്തെ പോലെ തന്നെയും റമളാനിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇരട്ടി പ്രതിഫലം പ്രതീക്ഷിക്കാം. ആ ഒരു പ്രേരണക്ക് സഹായകരമാകുന്ന ഒരു നമ്മളെ പള്ളിയിലെ സക്കാത്ത് സെല്ല്, അതിലേക്ക് നമുക്ക് സക്കാത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ റമളാനിൽ തന്നെ അത് കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ, അവർക്ക് അതിനുള്ള സൗകര്യമുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ മുമ്പ് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കർമ്മം സ്വീകാര്യമാകണമെങ്കിൽ മനസ്സ് ശുദ്ധിയാവണം. രണ്ടാമത്തത് വസ്വവാബൻ, നമ്മളുടെ പ്രവർത്തനം അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച പോലെ ആവണം. എന്തെങ്കിലും ചെയ്താൽ പോരാ, നേരെ മറിച്ച് പ്രവാചകൻ പഠിപ്പിച്ച പോലെ ചെയ്യാം. അങ്ങനെ പഠിപ്പിച്ച പോലെ ചെയ്യണമെങ്കിൽ നമ്മളുടെ റമളാനിൽ ഓരോ കർമ്മവും പ്രവാചകൻ പഠിപ്പിച്ച പോലെ ആവും. അതിൽപ്പെട്ടതാണ് നമ്മളുടെ രാത്രി നമസ്കാരം. നമ്മൾ ദീർഘമായി നിന്ന് അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു സല്ലു കമാർ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടോ അതുപോലെ നിസ്കരിക്കണം. എന്തിനാണ് പ്രവാചകൻ അത് പറഞ്ഞത്? ഇഷ്ടമുള്ള പോലെ നമുക്ക് നിസ്കരിക്കാമെങ്കിൽ, ഇഷ്ടമുള്ളതുപോലെ എണ്ണൊക്കെ കൂട്ടാമെങ്കിൽ എന്തിന് പ്രവാചകൻ അത് പറഞ്ഞു? ഞാൻ നിസ്കരിച്ചതുപോലെ തന്നെ നിസ്കരിക്കണം. ഹുദു അന്നി മനാസിക്കു, നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങളൊക്കെ എന്നിൽ നിന്ന് നിങ്ങൾ എടുക്കണം. അപ്പോൾ നമ്മളുടെ കർമ്മം, നമ്മളുടെ ഈ ഇബാദത്ത് അത് നല്ലതാകണമെങ്കിൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകണമെങ്കിൽ, തറാവീഹ് പ്രത്യേകിച്ചും മക്കാന യസീദു ഫി റമളാൻ വലാ ഫി ഗൈരിഹി അല 11 റക, ആയിഷ ബീവി പറഞ്ഞ ഹദീസാണ്. യാതൊരു ശങ്കക്കൂടയില്ലാത്ത വിധം ബുഖാരി, മുസ്ലിം, തുർമുദി, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ, ഏതൊക്കെ ഹദീസ് ഗ്രന്ഥമുണ്ടോ അതിലൊക്കെ ആയിഷ ബീവിയുടെ ഈ ഹദീസ് തറാവീഹിൻ്റെ വിഷയത്തിൽ കാണാം. എന്താണ് അത് പറഞ്ഞത്? റമളാനിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ 11-ലപ്പുറം പ്രവാചകൻ നിസ്കരിച്ചിട്ടില്ല. പ്രവാചകൻ 11-ലപ്പുറം നിസ്കരിച്ച ഒരു ഹദീസും നമുക്കൊരു ഹദീസ് ഗ്രന്ഥം നോക്കിയാലും കാണൂല. അതേ പ്രവാചകൻ പറയാണ്, നിങ്ങൾ 11-ലധികം നിസ്കരിക്കരുത്. 11-ലധികം ഞാൻ നിസ്കരിച്ച എങ്ങനെ കണ്ടോ അതുപോലെ നിസ്കരിക്കണം. അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, പ്രവാചകൻ നിസ്കരിച്ച 11-നപ്പുറം നമ്മൾ നിസ്കരിക്കാൻ പാടില്ല. അത് ഇനി ഏത് പണ്ഡിതൻ പറഞ്ഞോട്ടെ, ഇതൊക്കെ പ്രവാചകനെ പിന്തുടരുന്ന, ഖുർആനും ഹദീസും സ്വീകരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പണ്ഡിതന്മാരുടെ അഭിപ്രായം. എല്ലാ വിഷയങ്ങളിലും പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ പ്രവാചകൻ്റെ അഭിപ്രായമാണോ എന്ന്, അതിനോട് യോജിച്ച് വരുന്നത്, അതിനെതിരായത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അത് സ്വീകരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന് കുനൂത്ത്, വിത്തറിലെ കുനൂത്തുൽ വിത്തർ എന്ന് പറയുന്ന സംഗതി. നമ്മളൊക്കെ നാട്ടിൽ നടക്കപ്പെടുന്ന സുബഹിക്കുള്ള കുനൂത്തും നാസിലത്തിൻ്റെ കുനൂത്തൊക്കെ നമുക്ക് പരിചയം ഉണ്ടായിരുന്നു. സുബഹിക്കുള്ള കുനൂത്ത് അത് മുഹദ്ദസാണ്, പുതുതായി വന്നതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഒരു ഖലീഫമാരും നടത്തിയിട്ടില്ല, പ്രവാചകനും നടത്തിയിട്ടില്ല എന്ന് അബു മാലിക് അൽ അശ്ശഈ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ബുഖാരിയിൽ തന്നെ ഉണ്ട്. അത് മുഹദ്ദസാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം സുബഹിക്ക് കുനൂത്ത് ബിദ്അത്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നാസിലത്തിൻ്റെ കുനൂത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ, അള്ളാഹുവിൽ നിന്ന് റഹ്മത്ത് കിട്ടാൻ വേണ്ടിയിട്ട് വല്ല വരൾച്ചയോ അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ പ്രാർത്ഥിച്ചതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതല്ലാത്ത വിത്റിലെ ഒരു കുനൂത്ത്, അത് യഥാർത്ഥത്തിൽ നമുക്ക് സ്വഹീഹായ ഹദീസുകളിലൊന്നും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കുനൂത്ത് എന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ അർത്ഥം ഇത്വാലത്തുൽ ഖിയാം എന്നാണ്. ദീർഘമായി നിൽക്കുക, ദീർഘമായി ഓതിയിട്ട് ഇങ്ങനെ നിൽക്കുക, അതാണ് കുനൂത്ത് എന്ന് പറഞ്ഞാൽ. അപ്പം ചില ആളുകൾ പ്രവാചകൻ വിത്തറിൽ കുനൂത്ത് നിർവഹിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു കുനൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആചാരമാണ്. യഥാർത്ഥത്തിൽ പിന്നെ രാത്രി നമസ്കാരത്തിലാകട്ടെ വിത്തറിലാകട്ടെ കുനൂത്ത് നിർവഹിച്ചു എന്ന് പറഞ്ഞാൽ ദീർഘമായി നിന്ന് ഖുർആൻ ഓതി പാരായണം ചെയ്തു എന്നേ അതിനർത്ഥമുള്ളൂ. ഇബ്രാഹിം അൽക്കമ റഹിമുള്ള, അദ്ദേഹം താബിയാണ്. അദ്ദേഹം പറയാണ്, ഇന്ന ഇബ്നു മസ്ഊദ് വഅസ്ഹാബുൻ നബി കാനൂ യഖ്നുതൂന ഫിൽ വിത്രി ഖബ്ല റുകൂഇ. റുകൂഇന് മുമ്പ് ശരിക്കും നമ്മൾ നോക്കണം,
ഇബ്നു അബീ ശൈബ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റുക്കൂഇന് മുമ്പ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രത്യേകത എന്താണ്? അള്ളാഹുവിൻ്റെ അഹ്കാമുകൾ, അള്ളാഹു ഇറക്കിയ വിധിവിലക്കുകൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് ഇബ്നു മസ്ഊദിനാണ് എന്ന് പ്രവാചകൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കുനൂത്ത് നിർവഹിച്ചിരുന്നത്, വിത്റിലെ കുനൂത്ത് അദ്ദേഹം നിർവഹിച്ചിരുന്നത് അത് റുക്കോയിന് മുമ്പാണ് എന്നാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. റുക്കോയിന് മുമ്പ് എന്ന് പറഞ്ഞാൽ വിത്തർ അദ്ദേഹം ദീർഘിപ്പിച്ചിരുന്നു എന്നാണ് അതിനർത്ഥം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് വ്യക്തമാക്കുന്നുണ്ട്. കാനല യഖ്നുതു ഫിൽ ഫജ്രി, അദ്ദേഹം ഫജ്റിൽ കുനൂത്ത് നിർവഹിച്ചിരുന്നില്ല. വലാ ഫിൽ വിത്രി, വിത്റിലും അദ്ദേഹം കുനൂത്ത് നിർവഹിച്ചിട്ടില്ല. വഇദാ സുഇല അനിൽ കുനൂത്ത്, കുനൂത്തിനെ പറ്റിയിട്ട്, വിത്റിലെ കുനൂത്തിനെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും മാ നഅലമുൽ ഖുലൂത ഇല്ലാ തൂലൽ ഖിയാമി വ ഖിറാഅത്തിൽ ഖുർആൻ, ദീർഘമായി നിന്ന് ഒരുപാട് ഓതി നിസ്കരിക്കുന്നതിനാണ് കുനൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹദീസിൽ കാണുന്നുണ്ടല്ലോ വിത്റിൽ കുനൂത്ത് നിർവഹിച്ചിട്ടുണ്ടെന്ന് കാണുന്നുണ്ടെങ്കിലോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദീർഘമായി നിന്നിരുന്നു. നമ്മളിപ്പോൾ സബ്ബിഹിസ്മ ഓതിയിട്ട് അതുപോലെ തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഓതിയിട്ട് നിർത്താം, അങ്ങനെ നിർത്താം. അതേസമയം വിത്ർ ദീർഘമായി നിൽക്കാം. ഈ ദീർഘമായ നൃത്തത്തിനെയാണ് പണ്ഡിതന്മാർ സ്വഹാബികൾ കുനൂത്ത് എന്ന് പറഞ്ഞത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് എവിടെയെങ്കിലും ഹദീസിൽ കുനൂത്ത് നിർവഹിച്ചിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദീർഘമായി നിന്ന് നിസ്കരിക്കാനുള്ളൊരു പ്രാർത്ഥന, അത്രേ ഉള്ളൂ. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ഹദീസ് ആണ് സാധാരണഗതിയിൽ ഇതിന് ഉദ്ധരിക്കാറുള്ളത്. അല്ലമിനി റസൂലുള്ളാഹി കലിമാത്തിന് അഖൂലുഹുന്ന കുനൂത്തുൽ വിത്റിലെ കുനൂത്തിൽ ഓതാൻ വേണ്ടിയിട്ട് എനിക്ക് ചില പ്രാർത്ഥന പഠിപ്പിച്ചു തന്നു എന്ന് പറയുന്ന ഹദീസ്, ആ ഹദീസ് സ്വഹീഹാണെങ്കിൽ തന്നെ അതിലെന്തേ പറയുന്നുള്ളൂ? വിത്റിൽ ഓതാൻ പഠിപ്പിച്ചു എന്നേ പറയുന്നുള്ളൂ. അതെന്താണ് ആ വിത്ർ എന്ന് പറഞ്ഞാൽ, ആ കുനൂത്ത് എന്ന് പറഞ്ഞാൽ അത് ദീർഘമായി നിൽക്കാൻ. അദ്ദേഹത്തിന് 8 വയസ്സുള്ളൂ, പ്രവാചകൻ മരിക്കുന്ന സമയത്ത് 8 വയസ്സേ ഉള്ളൂ. 8 വയസ്സുള്ള ഒരു കുട്ടിക്ക് കുറേ ഖുർആൻ അറിയില്ല, ഖുർആൻ കുറേ മനപ്പാടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ വിത്റിലൊന്ന് ദീർഘിപ്പിക്കണം, എന്ത് ചെയ്യും പ്രവാചകരെ? അപ്പോൾ പ്രവാചകൻ പറയാണ് നീ ഈ പ്രാർത്ഥന ചൊല്ലിക്കോ, അപ്പോൾ കുറച്ച് നീണ്ടു കിട്ടും. ആ നിൽപ്പ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഫാത്തിഹ ഓതി കുറച്ചും കൂടി അങ്ങോട്ട് നീട്ടണം, ഖുർആൻ മുഴുവൻ അറിയില്ല, അപ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലിക്കോ എന്ന് ആ നൃത്തത്തിൻ്റെ സമയത്ത്, ഖിറാഅത്തിൻ്റെ സമയത്ത് ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു എന്നേ അതിനർത്ഥമുള്ളൂ എന്ന് ഇബ്നു ഹിബ്ബാനെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കുനൂത്ത് എവിടെ കണ്ടാലും അത് റുക്കൂഇന് ശേഷം എഴുത്തിദാല് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മളെ നാട്ടിൽ നടക്കുന്ന കുനൂത്തല്ല അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹദീസിലുള്ള കുനൂത്ത് എന്ന് പറഞ്ഞാൽ അത് റുക്കൂഇന് മുമ്പുള്ള കുനൂത്താണ്. അതെന്താണ്? അത് ദീർഘമായി ഖുർആൻ ഓതിക്കൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമൊക്കെ വിത്റിനെയും മറ്റു നിസ്കാരത്തെയും നീട്ടുക എന്ന അർത്ഥത്തിൽ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ സ്വഭാവമായിക്കൊണ്ട് ചെയ്യണം, പ്രവാചകൻ്റെ സുന്നത്തനുസരിച്ച് ചെയ്യണം, എങ്കിൽ മാത്രമേ അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് ഹദീസുകളിൽ നമ്മൾ കാണുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഖാലിസും സ്വവാബുമായിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്ന വിശ്വാസികൾ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ രഹസ്യം പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വിശ്വാസിനികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അള്ളാഹുവിൻ്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം, കടങ്ങൾ മൂലം, രോഗങ്ങൾ മൂലം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും അള്ളാഹു ശമനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൽ നമ്മൾ ചെയ്യുന്ന നോമ്പും നമസ്കാരവും സക്കാത്തും ഖുർആൻ പാരായണം എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിച്ച് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പള്ളിയുടെ പരിപാലനവും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച സഹോദരനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. ربنا لا تؤاخذنا إن نسينا واخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين.